everybody. This is a very fast video and we couldn't think of a better way to begin than by sharing this special trip with you all. Since moments like these don't happen very often, we wanted to capture them and keep them as memories while sharing them with you in this platform. So this is Coorg and this trip happened in the month of May. Oh, heroine. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ട്രിപ്പാണ് ആൻഡ് ദാറ്റ് ടു വിത്ത് ആ ഫാമിലി. ഒരുപാട് നാളുകൾക്ക് ശേഷം ഓൾമോസ്റ്റ് 3 ഇയേഴ്സിന് ശേഷമാണ് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതും ആൻഡ് ഇങ്ങനെയൊരു ട്രിപ്പ് പോസിബിൾ ആയതും. ഞാൻ കൂർഗിൽ 2 പ്രാവശ്യം മുന്നേ വന്നിട്ടുണ്ട്, ബട്ട് ദിസ് ട്രിപ്പ് ഫെൽറ്റ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. മേ ബി ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദ പീപ്പിൾ ഐ വാസ് വിത്ത് ഓർ ബിക്കോസ് ഇറ്റ് കെയിം റൈറ്റ് ആഫ്റ്റർ വൺ ഓഫ് ദ ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ഓഫ് അവർ ലൈഫ്സ്. Everything felt a little more special and somehow Coorg looked even more beautiful this time. ആൻഡ് എപ്പോഴും ട്രിപ്പിന് പോകുമ്പോഴും എവിടെ പോകുമ്പോഴും ഒരു ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ ഞങ്ങൾ 5 പേരായിരുന്നു ഒരു ഗ്യാങ്, ഞാനും എൻ്റെ ബ്രദറും എൻ്റെ കസിൻസും. പക്ഷേ this time we had one new addition to our little gang and that's my husband. Honestly, it never felt like someone new had joined. He blended in so naturally that it felt like he had always been a part of us. ഞങ്ങൾ പിള്ളേരെല്ലാവരും ചെറുപ്പമായിരുന്നപ്പോൾ തൊട്ട് തന്നെ we've always shared a special bond with each other. No matter how many miles separated us or how busy life got, we've always stayed connected. നമ്മൾ എപ്പോൾ കണ്ടാലും it felt like no time had passed at all. ഈ പ്രാവശ്യം അത് കുറച്ചും കൂടെ സ്പെഷ്യലായി. മേ ബി ഇറ്റ് വാസ് ബിക്കോസ് വി വെർ ഓൾ ടുഗെദർ ആഫ്റ്റർ ദ വെഡിങ് ഓർ മേ ബി ബിക്കോസ് അവർ ലിറ്റിൽ ഫാമിലി ഹാഡ് ഗ്രോൺ ബൈ വൺ ആൻഡ് ദാറ്റ് വാസ് ദ ബെസ്റ്റ് പാർട്ട്. സോ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഏർലി മോർണിംഗ് ആണ് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ദെൻ നമ്മൾ പോകുന്ന വഴിയിൽ ഫുഡ് കഴിച്ചു. ആൻഡ് ദെൻ നമ്മൾ സ്ട്രെയിറ്റ് പോയത് കുശാൽ നഗറിലോട്ടാണ്. കുശാൽ നഗർ നമ്മൾ കണ്ടു. ആൻഡ് ദെൻ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തോട്ട് പോയി. ആൻഡ് ദെൻ വി കെയിം ടു രാജാ സീറ്റ്. ആൻഡ് രാജാ സീറ്റിലെത്തുന്നതിന് മുന്നേ എൻ്റെ പപ്പയുടെ ബെസ്റ്റ് ഫ്രണ്ട്, പപ്പയുടെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അങ്കിൾ, അവർ ഭയങ്കര നല്ല കൂട്ടുകാരാണ്. സോ അങ്കിളിൻ്റെ വീട് ഇവിടെ കൂർഗിലാണ്. ആൻഡ് വി മെറ്റ് ഹിം. ആൻഡ് പിന്നെ ഞങ്ങളുടെ അങ്ങോട്ടുള്ള ജേർണിയിൽ മൊത്തം അങ്കിളും നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്നു. ഹീ സച്ച് എ വാം ആൻഡ് കൈൻഡ് ഹാർട്ടഡ് പേഴ്സൺ. അങ്കിള് ഞങ്ങളെ അങ്കിളുടെ മക്കളെ പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ആൻഡ് ഹീ ഹാസ് ബീൻ ദെയർ ഫോർ അവർ എൻഗേജ്മെൻറ്റ് ആൻഡ് അവർ വെഡ്ഡിങ്. ആൻഡ് ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് അങ്കിളിനെ വീണ്ടും കാണാനായിട്ട് സാധിച്ചു. അങ്ങനെ നമ്മൾ രാജാ സീറ്റിൽ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വി വെന്റ് ബാക്ക് ടു അവർ സ്റ്റേ. അവിടെ ചെന്നപ്പോൾ ടിമ്മങ്ങളുടെ ഫാമിലിയും നമുക്ക് അങ്കിളുടെ വീട്ടിൽ നിന്ന് അടിപൊളി ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സോ ഡെലീഷ്യസ്. ദ കൂർഗ് സ്റ്റൈൽ പോർക്ക് കറി ആയിരുന്നു അന്നത്തെ മെയിൻ താരം. ആൻഡ് ദെൻ നമ്മൾ കുറച്ച് നടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വി വെന്റ് ഫോർ വാക്കിംഗ്. വീഡിയോസ് എടുത്തില്ല, അതുകൊണ്ടാണ് ഞാനിവിടെ ഫോട്ടോസ് ആഡ് ചെയ്യുന്നത്. ഞങ്ങൾ നടന്ന് ഞങ്ങൾ എവിടെയോ എത്തി. ആൻഡ് ഈ രാത്രിയിലത്തെ നടത്തവും വളരെ രസകരമായിരുന്നു. നമ്മൾ കുറേ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തു, നമ്മൾ ഒത്തിരി സ്റ്റാർസ് കണ്ടു. ആൻഡ് നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് വന്ന് പെട്ടത്. ദ കോസ്മിക് ജേർണി എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. സോ വി ഡിഡ്ന്റ് നോ വാട്ട് വാസ് ദെയർ. ആൻഡ് ദെൻ നമ്മൾ പയ്യെ മുകളിലോട്ട് കടന്നു ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതൊരു സ്റ്റാർ ഗേസിങ് സ്പോട്ടായിരുന്നു. പക്ഷേ നമ്മളവിടെ പ്രീ ബുക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് കാണാനൊക്കെ പറ്റത്തുള്ളൂ. സോ അവിടുത്തെ ക്ലോസിങ് ടൈമും ആകാറായിരുന്നു. സോ വി ജസ്റ്റ് കെയിം ബാക്ക്. അവിടെ കുറേ കാഴ്ചകൾ കണ്ടും സ്റ്റാർ ഗേസ് ചെയ്തും നമ്മുടെ കണ്ണുകൾ കൊണ്ട് സ്റ്റാർ ഗേസ് ചെയ്തും നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേയിലോട്ട് നടന്നു. കഴിച്ച പോർക്കും ഫാറ്റും എല്ലാം ബേൺ ചെയ്തു ഞങ്ങൾ ആ ഒരു നടത്തത്തിലൂടെ. ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഡേ. നമ്മൾ കണ്ട സ്ഥലങ്ങളെക്കാട്ടിലുപരി ഇറ്റ് വാസ് ബീയിങ് ടുഗെദർ ദാറ്റ് മേഡ് ഇറ്റ് സോ സ്പെഷ്യൽ. ആഫ്റ്റർ ദ വെഡിങ്, ഹാവിങ് എവറി വൺ അണ്ടർ വൺ റൂഫ്, laughing, eating and spending time together. It reminded us how precious our family is and that is something that we'll always be grateful for. And that was our day 1. Bye.